ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിസ്മ ക്രാഫ്റ്റ്. ഐ എം ജിഷ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ടെറാക്കോട്ട ജ്വല്ലറി പെയിൻറ്റിങ് എക്സ്പീരിയൻസ് ആണ്. ടെറാക്കോട്ട ജ്വല്ലറി പെയിൻറ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അക്രലിക് പെയിൻ്റ് ആണ്. അക്രലിക് പെയിൻറ്റിൽ തന്നെ ഷൈനി ഫിനിഷിങ് കിട്ടുന്ന പെയിൻറ്റും ഉണ്ട്, മാറ്റ് ഫിനിഷിങ് കിട്ടുന്ന പെയിൻറ്റും ഉണ്ട്. സ്പ്രേ പെയിൻറ്റ് ചെയ്യാം, അല്ലാതെ ബ്രഷ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാം. ഇതാണ് അക്രലിക് സ്പ്രേ പെയിൻറ്റ്. ഇത് ഗോൾഡൻ ഷെയ്ഡാണ്. ഇത് എല്ലാ കളറിലും കിട്ടും. ഇത് സിൽവർ ഷെയ്ഡ്, ഇത് ഗ്രീൻ ഷെയ്ഡ്, ഇത് ബ്ലൂ ഷെയ്ഡ്. അതുപോലെ ടെറാക്കോട്ട ജ്വല്ലറിക്ക് യൂസ് ചെയ്യുന്ന മറ്റൊരു കളറാണ് അക്രലിക് കളറ്. ഈ ബോട്ടിൽ ഇത് യൂസ് ചെയ്താൽ ഷൈനി ഫിനിഷിങ് കിട്ടും. സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്താലും ഷൈനി ഫിനിഷ് തന്നെ കിട്ടും. എന്നാൽ മറ്റൊരു അക്രലിക് കളർ തന്നെ, ആർട്ടിസ്റ്റ് അക്രലിക് കളർ, ഇത് യൂസ് ചെയ്താൽ ഇതൊരു മാറ്റ് ഫിനിഷിംഗ് ആണ് കിട്ടുന്നത് ജ്വല്ലറിക്ക്. നമ്മൾ മാറ്റ് ഫിനിഷിംഗ്, ടെറാക്കോട്ട ജ്വല്ലറിയിൽ മാറ്റ് ഫിനിഷിംഗ് വേണമെങ്കിൽ നമുക്ക് ആർട്ടിസ്റ്റ് അക്രലിക് കളർ യൂസ് ചെയ്യാം. ഇത് ജ്വല്ലറി പെയിൻറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പെയിൻറ്റിങ് ടൈമാണ്. എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജ്വല്ലറി ചെയ്യുന്നതിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്റ്റെപ്പാണ് പെയിൻറ്റിങ്. നമുക്കപ്പോൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രൈമർ യൂസ് ചെയ്യണം. പ്രൈമർ ഈ ഒരു ബോട്ടിലിന് 150 രൂപയാണ്. പ്രൈമർ യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നതിനും, പിന്നെ വേറെ ലൈറ്റ് കളറൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കളർ അങ്ങനെ തന്നെ വരാനായിട്ട്, അല്ലെങ്കിൽ 2 കോട്ട് 3 കോട്ടൊക്കെ ചെയ്യേണ്ടി വരും നമുക്ക് സെയിം കളർ കിട്ടണമെങ്കിൽ. നമ്മൾ പ്രൈമർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഒറ്റ കോട്ടിൽ തന്നെ ആ ബോട്ടിലിൽ അതേ കളർ നമുക്ക് കിട്ടും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അക്രലിക് കളറും ഇതാണ് ഞാൻ മെയിനായിട്ട് ജ്വല്ലറിക്ക് യൂസ് ചെയ്യുന്നത്. മാറ്റ് ഫിനിഷിങ്ങിന് വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു. ഇത് കുറച്ച് ഷൈനി ഫിനിഷിങ്ങിന് വേണ്ടി അക്രലിക് കളർ. നമുക്ക് പെയിൻറ്റിങ് ചെയ്യുന്ന പാലറ്റ് വേണം. ഇതുപോലെ പാലറ്റ് ഉണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ടാവും ഇത്. പക്ഷേ ഈ പാലറ്റ് വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് ബ്രഷൊക്കെ വെക്കാം. ബ്രഷ് മറന്നു, ബ്രഷ് വേണം. ഇത് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇതിൽ 2 വാട്ടർ എടുക്കാം. എന്നിട്ട് ബ്രഷ് നമ്മൾ ജസ്റ്റ് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ ജസ്റ്റ് ബ്രഷ് ആ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് പോവാം. ബ്രഷ് കഴുകിയിട്ട് ഇതിവിടെ കുത്തി വയ്ക്കാം. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാലറ്റാണിത്. നന്നായിട്ടുണ്ട്. വാട്ടർ ബ്രഷ് വെക്കാൻ വേണ്ടിയിട്ട്. പാലറ്റ് അല്ല, ഇതാണ് പാലറ്റ്. ഇതിൽ പെയിൻ്റ് എടുത്തിട്ട് നമുക്കിതിൽ വെള്ളം വെച്ചാൽ ബ്രഷ് ഉണങ്ങി പിടിച്ചാൽ ബ്രഷ് ചീത്തയായി പോകുമല്ലോ. അപ്പോൾ നമ്മൾ എത്ര തിരക്കാണെങ്കിലും വെള്ളത്തിൽ ബ്രഷ് വെച്ചിട്ടേ പോകാവുള്ളൂ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇതിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് പോകാം. കഴുകിയിട്ട് ബ്രഷ് ഇങ്ങനെ കുത്തി വയ്ക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഇതാണ് പെയിൻറ്റിങ്ങിന് യൂസ്ഫുള്ളാണിത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അക്രലിക് പെയിൻറ്റ് തന്നെ ആർട്ടിസ്റ്റ് അക്രലിക് കളർ യൂസ് ചെയ്യുമ്പോൾ ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് കിട്ടുന്നത്. അക്രലിക് പെയിൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തതാണ്. ഞാൻ ആ വർക്ക് ചെയ്തിട്ട് അതിൽ വാർണിഷ് ചെയ്തതാണ്. അതുകൊണ്ടാണ് അത് കുറച്ച് ഷൈനിങ് ആയിട്ടിരിക്കുന്നത്. ഇതാണ് സ്പ്രേ പെയിൻറ്റ്. ഭയങ്കര പെർഫെക്ഷൻ കിട്ടും സ്പ്രേ പെയിൻറ്റിങ്. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ.
ഇതുവരെയുള്ള എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.